ഓണക്കാലത്ത് ഒരു പൂവ് പോലും പുറത്തുനിന്ന് വാങ്ങാതെ പൂക്കളം ഒരുക്കുന്ന ഒരു നാടുണ്ട് കോഴിക്കോട്. അതും നഗരത്തിന് തൊട്ടടുത്ത് പറമ്പിൽ ബസാർ. പറമ്പിലും കയ്യാലകളിലും നിറയെ പൂത്തു നിൽക്കുന്ന വിവിധ ഇനം പൂവുകളാണ്. അതിൽ തന്നെ പേരറിയുന്നവയുണ്ട്, അറിയാത്തവയുമുണ്ട്. കുഞ്ഞുങ്ങളും മുതിർന്നവരുമെല്ലാം ഒരുമിച്ച് പൂക്കൾ പറിച്ചാണ് ഇവിടെ പൂക്കളം ഒരുക്കുന്നത്. ചിങ്ങമെത്തുന്നതോടെ ചിരിതൂകി വിടരുന്ന തുമ്പയും മുക്കുറ്റിയും പറമ്പരികിലും കയ്യാലകളിലും നിറഞ്ഞു പൂത്ത് മഞ്ഞക്കോളാമ്പിയും പൂച്ചവാലനും ചെമ്പരത്തിയും. എന്നോ കഴിഞ്ഞുപോയൊരു ഓണക്കാലത്തിന്റെ ഓർമ്മകളല്ല ഇതൊന്നും. കോഴിക്കോട് പറമ്പിൽ ബസാറിലെ ഓണക്കാഴ്ചകൾ ഇങ്ങനെയൊക്കെയാണ്. തെങ്ങോല കൊണ്ട് മെടഞ്ഞുണ്ടാക്കിയ പൂക്കുടയും എടുത്ത് കുരുന്നുകൾ പറമ്പുതോറും കയറിയിറങ്ങി പൂ പറിക്കും. സ്കൂളിൽ പോകുന്നതിന് മുൻപ് മുതിർന്നവരുടെ സഹായത്തോടെ പൂക്കളം ഒരുക്കും. പൂക്കളത്തിൽ ഒരു പൂവ് പോലും പുറത്തുനിന്ന് വാങ്ങിയതില്ല. തിരുവോണം വരെയും ഇങ്ങനെ തന്നെ പൂക്കളം ഒരുക്കാനാണ് തീരുമാനം. അതിനു മാത്രം പൂക്കളുണ്ട് ഇവിടുത്തെ തൊടികളിൽ. എല്ലാ ദിവസവും പൂ പറിക്കാൻ പോകും. ഇഷ്ടമാണ് പൂ പറിക്കുന്നത്. കുറെ പൂക്കൾ പറിച്ചാറുണ്ട്. ചെമ്പരത്തി, തെച്ചി, തുമ്പ, കുച്ചി. പറമ്പിൽ ഒരുപാട് പൂക്കളുണ്ട്. അപ്പോൾ അത് ആദ്യമേ അങ്ങനെ തന്നെയാണ് ഞങ്ങൾ ചെയ്യാറ്. അപ്പോൾ അതിങ്ങനെ തുടർന്ന് പോരുന്നു. നാടൻ പൂക്കൾ പറിക്കും. വീട്ടിൽ തന്നെ ഒരുപാട് പൂക്കളുണ്ടാവും. ചെമ്പരത്തി, പിന്നെ തെച്ചി, അങ്ങനെ ഒരുപാട് പൂക്കൾ വീട്ടിൽ തന്നെ ഉണ്ടാവും. അതുകൂടാതെ നാടൻ പൂക്കൾ ഞങ്ങൾ വയലിൽ നിന്ന് ആമ്പല, പിന്നെ കുളത്തുനിന്ന് ആമ്പല കിട്ടും. അങ്ങനെ ഒരുപാട് പൂക്കൾ കിട്ടുമ്പോൾ പിന്നെ മറ്റു പൂക്കൾ വാങ്ങാൻ തോന്നൂല. അവരെല്ലാവരും കൂടി ഒരുമിച്ചാണ് പൂവിടുക. പിന്നെ ഞാനാദ്യം അവരെ പ്രോത്സാഹിപ്പിച്ച് കൊടുക്കും നാടൻ പൂക്കൾ പറിക്കാനും. പിന്നെ അല്ലുവിന് അത് ആദ്യം ക്രൈസാണ്. അവൻ ആദ്യം അങ്ങനെ തന്നെയാണ് നാടൻ പൂക്കളൊക്കെ പറിച്ച്. ഓണം കഴിഞ്ഞാലും അവന് പൂവിനോടുള്ളൊരു താല്പര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നാടൻ പൂക്കൾ തന്നെ അധികം പറിച്ച് കൊടുക്കാറുണ്ട്. ഓണത്തിൻ്റെ അന്ന് അധിക വർഷങ്ങൾ ഓണത്തിൻ്റെ അന്ന് മാത്രം ഞങ്ങൾ പൂ വാങ്ങിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ അതുമില്ല. ഇപ്പോൾ എല്ലാ ദിവസവും ഒരുപാട് പൂവ് കിട്ടാറുള്ളതുകൊണ്ട് കുട്ടികളാരും പറിക്കുന്നില്ലല്ലോ പൂവ്. നാട് നിറച്ചും പൂക്കളാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ ആ പൂ തന്നെയാണ് ഇപ്പോൾ പൂവിടാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ പൂത്തറ ഏകദേശം ഒരുങ്ങിക്കഴിഞ്ഞു. ഞങ്ങൾ എല്ലാവരും കൂടിയാണ് ഇന്ന് പൂക്കൾ പറിച്ചത്. ഇവിടെ നാടൻ പൂക്കൾ മാത്രം ഉപയോഗിച്ചുള്ള ഈ മനോഹരമായ പൂക്കളമാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉണ്ടായിരുന്നത്. ഇനി തിരുവോണം വരെയും ഇങ്ങനെ തന്നെയായിരിക്കും പൂക്കളം എന്നാണ് പ്രജീഷും കുടുംബവും അതുപോലെ നാട്ടുകാരും കുഞ്ഞുങ്ങളും എല്ലാവരും പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിനീഷ് ഒളവണ്ണയ്ക്കൊപ്പം റിപ്പോർട്ടർ സാനിയോ ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്.